എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട തീരദേശത്തെ ആകർഷണ കേന്ദ്രമായ ഒരുപാട് ചരിത്രമുറങ്ങുന്ന, ഒരു കാലത്ത് ദിവസവും 50ഓളം കപ്പലുകൾ അടുത്തുകൊണ്ടിരുന്ന ഒരു തുറമുഖമുണ്ടായിരുന്നു, വലിയതുറ തുറമുഖം. അതിനോടൊപ്പം ഒരു പാലവും ഉണ്ടായിരുന്നു. ഇന്ന് അതൊരു പ്രധാനപ്പെട്ട ടൂറിസം ആകർഷണ കേന്ദ്രമാണ്. മാത്രമല്ല മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട കവാടം കൂടി ആണ് ഈ വലിയതുറ പാലം. ഈ കഴിഞ്ഞ ചുഴലിക്കൊടുങ്കാറ്റിൽ ആ പാലത്തിൻ്റെ തൂണുകൾ തകർന്നു, പാലം വളഞ്ഞൊടിഞ്ഞു. ഇത് പഴയപടിയാക്കി വീണ്ടും നമ്മുടെ ആ ഒരു ആകർഷണം നിലനിർത്തുവാനായി പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും 3.5 കോടി രൂപ ഇതിനായി ചിലവാക്കുമെന്ന് പറയുന്നു. കണ്ടറിയാം. വളരെ വിഷമത്തോടെയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിരവധി സംഭവങ്ങളുണ്ട്. അതിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് ഉള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആവുക മാത്രമല്ല, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ പല രാജ്യങ്ങളിലും പല വീഡിയോകളിലും ഒക്കെ കാണുമ്പോൾ ഇത്രപോലും പ്രാധാന്യമില്ലാത്ത, ഇത്രപോലും സൗകര്യമില്ലാത്ത സംവിധാനങ്ങളെ നന്നായി ഉപയോഗപ്പെടുത്തി അത് രാജ്യത്തിൻ്റെ വരുമാനം ഉണ്ടാക്കുന്ന, ഒരു ഉപാധിയാക്കുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്നിട്ട് എന്തു പറയാൻ, അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ഈ സർക്കാരുകൾക്കൊന്നും സാധിക്കുന്നില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദീർഘവീക്ഷണം എന്ന ഒരു സംഭവം വളരെ കുറവാണ്. ഈ ചാനലിൽ പരമാവധി തിരുവനന്തപുരത്തെ നെഗറ്റീവായി വരുന്ന കാര്യങ്ങൾ പൊതുവെ ഉൾപ്പെടുത്താറില്ല. എങ്കിലും ചിലതൊക്കെ പറയാതെ വയ്യ. അത്തരത്തിലൊന്നാണ് ഈ വലിയതുറ പാലത്തിൻ്റെ അവസ്ഥ. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ സുപ്രധാന തുറമുഖമായിരുന്നു വലിയതുറ. 1825 കാലഘട്ടത്തിലാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചത്. അന്ന് തിരുവിതാംകൂറിലെ ഭക്ഷ്യധാന്യങ്ങളും ചരക്കുകളും എത്തിയിരുന്നത് ഈ തുറമുഖം വഴിയായിരുന്നു. ഒരേ സമയം തന്നെ വലുതും ചെറുതുമായ 50ഓളം കപ്പലുകൾ ഇവിടെ വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. 1947 SS പണ്ഡിറ്റ് എന്ന ചരക്കു കപ്പൽ പാലത്തിൽ വന്നിടിച്ച് ഇതിന്റെ ഒരു ഭാഗം തകർന്നുപോയി. 1956 ഇത് പുനർനിർമ്മാണം നടത്തപ്പെട്ടു. 127 കോൺക്രീറ്റ് തൂണുകളിൽ നിലനിൽക്കുന്ന ഒന്നാണ് ഈ പാലം. ഇവിടെ കൂറ്റൻ ക്രെയിനുകൾ, റെയിൽപാളങ്ങൾ, ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഗോഡൌണുകൾ എല്ലാം ഉണ്ടായിരുന്നു. കൊച്ചി തുറമുഖം വന്നതോടെ ഈ പാലത്തിൻ്റെ ആവശ്യകത കുറയുകയും 1980 ഇതൊരു ഡെഡ് പോർട്ടായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രവും ഒരു മത്സ്യബന്ധന കവാടവുമാണ്. 360 ഡിഗ്രി ചുറ്റുമുള്ള കടൽ കാഴ്ചകൾ ആസ്വദിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മാത്രമല്ല ചില പ്രത്യേക ഇനം മത്സ്യങ്ങളുടെ ലഭ്യതയും ഈ പാലത്തിന് ചുറ്റും ധാരാളമായി കണ്ടുവരുന്നു. കേടുപാടുകൾ പറ്റി തകർന്നുപോയ പാലത്തിൻ്റെ ഒരു ഭാഗം പുനരുദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയതായി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വലിയതുറ കടൽപ്പാലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് 3.35 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു അറിയിച്ചിരിക്കുന്നത്. കടൽക്ഷോഭത്തിൽ വലിയതുറ കടൽപ്പാലത്തിൻ്റെ 10 തൂണുകൾ താഴ്ന്ന് അപകടാവസ്ഥയിലായിരുന്നു. കടൽപ്പാലം പുനരുദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് ജിയോ ടെക്നിക്കൽ സ്റ്റഡി നടത്തുവാൻ IITA തുറമുഖ വകുപ്പ് ചുമതലപ്പെടുത്തിയിരുന്നു. കടൽക്ഷോഭത്തെ തുടർന്ന് നാശം നേരിട്ട വലിയതുറ കടൽപ്പാലത്തിൻ്റെ 50 മീറ്റർ ഭാഗത്താണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടത്. ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി തുറമുഖ വകുപ്പ് മന്ത്രിയും സ്ഥലം MLAയും അറിയിച്ചിട്ടുണ്ട്. തുറമുഖ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയതുറ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അത് എത്രയും പെട്ടെന്ന് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധന സൗകര്യങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒന്നാണ്. മാത്രമല്ല വലിയതുറ പാലത്തിൽ നിന്നും കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് ഇത് എന്ന് തുറക്കും എന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകട്ടെ. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു കാണാ കാഴ്ചയും വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.